ഹലോ ഹായ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് സൗ റെക്കമെൻഡ്സ്. ഇന്നത്തെ സൗ റെക്കമെൻഡ്സിൽ ഐ എം വെരി വെരി എക്സൈറ്റഡ് ടു ബി ഷെയറിംഗ് ദിസ് വണ്ടർഫുൾ മൂവി വിത്ത് യു. പുതിയ റിലീസസിൽ വളരെയധികം ഇംപ്രസ് ചെയ്ത ഒരു സിനിമയാണ് മുറ എന്ന് പറഞ്ഞ സിനിമ. മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്ന് പറഞ്ഞ ചിത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 2005 മുതൽ ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ സംവിധായകനെ നമ്മളെല്ലാവരും അറിയും. ചെറിയ വലിയ വേഷങ്ങളിൽ ഇദ്ദേഹം സിനിമകളിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കന്നി ചിത്രമായ കപ്പേള എന്ന് പറഞ്ഞ ശ്രീനാഥ് ഭാസിയും റോഷൻ മാത്യുവും അന്ന ബെന്നും ഒക്കെ അഭിനയിച്ച കപ്പേള എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അതിന് എനിക്ക് തോന്നുന്നു അതിനെ ചുറ്റിപ്പറ്റി കൊറോണ വരികയും പിന്നെ ഇഫ് മൈ മെമ്മറി സെർവ്സ് മീ റൈറ്റ്, കൊറോണയ്ക്ക് ശേഷം സിനിമയ്ക്കൊരു റിലീസ് ഉണ്ടായിരുന്നു. 2 തവണയും നല്ല റിവ്യൂസ് കരസ്ഥമാക്കിയ ഒരു ചിത്രമായിരുന്നു കപ്പേള. അപ്പൊ അതിനുശേഷം ഇദ്ദേഹം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ് ഈ പറഞ്ഞ മുറ എന്ന് പറഞ്ഞ ചിത്രം. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ പുതിയ 4-5 ചെറുപ്പക്കാരാണ് ചെയ്തിരിക്കുന്നത്. മറ്റ് ക്യാരക്ടർ വേഷങ്ങളിലും മറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ട വേഷങ്ങളിൽ വെച്ചുന്നത് സുരാജ് വെഞ്ഞാറമൂടും മാല പാർവതിയും കണ്ണൻ നായരും ഒക്കെയാണ്. ചെറിയ വലിയ വേഷങ്ങൾ ഒരുപാട് പേര് ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും പെർഫോമൻസിന്റെ ക്ലാസ് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഈ സിനിമ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. അമ്മ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് മാലാ പാർവതി ചെയ്ത ക്യാരക്ടറിനോടും സുരാജ് ചെയ്ത ക്യാരക്ടറിനോടും ഒക്കെ അമ്മയ്ക്ക് കടുത്ത വെറുപ്പായിരുന്നു. സുരാജിന്റെ ക്യാരക്ടർ നിർബന്ധമായിട്ട് സിനിമയുടെ അവസാനം മരിക്കണം എന്നൊക്കെ അമ്മ ആഗ്രഹിച്ചു പോയി എന്ന് പറയുന്ന വണ്ണം നമുക്ക് ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് സുരാജ് ചെയ്തിരിക്കുന്നത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഐ വിൽ ടെൽ യു, ഓരോ പ്രാവശ്യം പുള്ളി റീസെന്റ് ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ, ഓരോ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെ ബീറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് ഇനി പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ കാണാം അടുത്തൊരു വേഷമായിട്ട് വരും, അതും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമാക്കി ഇദ്ദേഹം മുന്നേറും. ഓണസ്റ്റ്ലി നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇദ്ദേഹം പോർട്രേ ചെയ്ത പോലൊരു ക്യാരക്ടർ ഉണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രവും, പക്ഷെ വളരെ സട്ടിലായിട്ട് നമ്മളെ ദ്രോഹിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തിത്വം. ആ സട്ടിലിറ്റിയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സുരാജേട്ടൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇനി നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ ക്യാരക്ടർ ഇയാളല്ലായിരുന്നു, വേറൊരാളായിരുന്നു ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ ഒരു സ്കോപ്പ് ബാക്കി വെക്കാത്തവണ്ണം സുരാജ് വെഞ്ഞാറമൂട് അനി എന്ന് പറഞ്ഞ വേഷത്തെ പോർട്രേ ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ മാലാ പാർവതി ചേച്ചി, വാട്ട് എ പെർഫോമൻസ് ഷീ ഹാസ് ഡൺ. നമുക്ക് എന്താ പറയട്ടെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കൃത്യമായ വെറുപ്പ് നമ്മുടെ മനസ്സിൽ പാകി വെക്കുന്ന ഒരു വേഷമാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സോ ഹാസ് കണ്ണൻ നായർ ആൻഡ് എവ്രിബഡി എൽസ്. ഐ ക്യാൻ അഷ്യൂർ യു, ഈ യങ് ആക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരും അവരവരെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊരു രാം ഗോപാൽ വർമ്മ ചെയ്ത കമ്പനി, അല്ലെങ്കിൽ സത്യ, അതല്ല അനുരാഗ് കശ്യപ്പിന്റെ സിനിമകൾ ആലോചിക്കുകയാണെങ്കിൽ ഗാങ്സ് ഓഫ് വാസേപൂർ സീരീസ് ആണെങ്കിലും, ഇത്തരം സിനിമകൾ ഇപ്പം മലയാളത്തിലാണെങ്കിൽ മോഹൻലാൽ അഭിനയിച്ച അഭിമന്യു എന്ന് പറഞ്ഞ ഇതിനൊക്കെ ഈ മുറ, ഇതിനൊക്കെ ഒരൊറ്റ ത്രെഡാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിനൊക്കെ ഒരൊറ്റ ത്രെഡാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വളരെയധികം വയലൻസ് ഈ സിനിമയിലുണ്ട്. പക്ഷെ കഥയ്ക്ക് ആവശ്യമായ വയലൻസ് ആണ് ഈ സിനിമയിലുള്ളത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കഥയാണെങ്കിലും അതിന്റെ കോണ്ടംപററി ബേസിസിൽ, ഒരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്ന് വെച്ച് പുതിയ ആളുകളെ വെച്ച് ഇത്തരം ക്യാരക്ടർ ആക്ടേഴ്സിന് കൃത്യമായ സ്ക്രീൻ സ്പേസ് കൊടുത്ത് അതിമനോഹരമായ പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്ത് നമ്മളെ ഓരോ നിമിഷവും ആ കഥയിൽ കൃത്യമായി ഇൻവോൾവ് ചെയ്യിച്ച് മൂവ് ചെയ്തെടുത്ത യങ് വയലന്റ് ഫിലിമാണ് മുറ എന്ന് പറഞ്ഞ ഫിലിം. ഒരാളെ പറ്റി കൂടി എടുത്തു പറയേണ്ടതുണ്ട്, സിനിമയുടെ എഡിറ്റർ. ഇത് എഡിറ്റ് ചെയ്തുവാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഇതിനെ എഡിറ്റ് ചെയ്ത് അതിന്റെ
അതിൻ്റെ ജോൺറിയോട് കൃത്യമായ ഒരു സത്യസന്ധത പുലർത്തിയ ഒരു എഡിറ്റ് പാറ്റേൺ ആണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ജോൺറി വയലൻസ് ആണ് എങ്കിൽ അതിനോട് കൃത്യമായ സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ്. അത് മുഹമ്മദ് മുസ്തഫ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻഫുൾ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് വളരെ അധികം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഘടകമാണ് എന്നുള്ളത്. പുതിയ കുറച്ച് നല്ല ആക്ടേഴ്സിനെയും ഈ ഒരു ജോൺറി സിനിമകൾ കുറച്ച് നാളായിട്ട് നമുക്ക് മിസ്സിങ് ആയിരുന്നു. ദോസ് ഓഫ് ദം ഹു എൻജോയ് വാച്ചിങ് ആക്ഷൻ വയലന്റ് ജോൺറി സിനിമ, അവർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യേണ്ട സിനിമയാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സിനിമയാണ്. നമ്മൾ ഈ പുതിയ കുറച്ച് കലാകാരന്മാരെയും നമുക്കറിയാവുന്ന ഈ സീസണിലെ ആക്ടേഴ്സിൻ്റെയും ഒക്കെ പെർഫോമൻസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പം തിയേറ്ററുകളിൽ കാണാൻ പറ്റിയാലും ഇല്ലെങ്കിൽ ഇത് OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ശ്രമം നടത്തുക ഇത് കാണാൻ. എനിക്ക് പേഴ്സണലി ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.